അല്ലണേ, നിന്നെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പൊ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. കാരണം നീയായിട്ട് നിനക്കൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇവനാളൊരു സകല എന്തോടാ വല്ലവൻ. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? ഈ ഇമേജ് ഉണ്ടാക്കാനുള്ളൊരു ഐഡിയ നിനക്ക് എങ്ങനെ കിട്ടിയത്? അതായത് ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളും ഒക്കെ പഠിച്ചവനാണ് ഞാൻ. അതായത് ഒരു തിയേറ്ററിന് മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് റിവ്യൂ പറഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കും എന്നുള്ള ഐഡിയ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന എന്നിലെ കലാകാരൻ ഉണർന്നു. നീ കയറ്റി വയ്ക്കല, കറക്റ്റ് പറ. നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അല്ല, ഈ ഒരു സ്പാർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് എവിടുന്ന കിട്ടി? ആറാട്ടെണ്ണാണോ കിട്ടി? ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടി കിട്ടിയായിരിക്കും. തിയേറ്ററിന് ഫ്രണ്ടിൽ പോയി ഡാൻസ് കളിച്ചാല് പിന്നെ ആളുകൾ കളിയാക്കുമെന്ന് അറിയാമല്ലോ. അറിയാമായിരുന്നു, മനഃപൂർവ്വം അറിയാമായിരുന്നു, പ്ലാൻ ചെയ്താണ് നിനക്ക്. ഇതവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ പറ, ആരാ മണ്ടൻ? ഓ, തിരുമണ്ട. എന്റെ മണ്ടൻ പൊട്ടൻ ഭ്രാന്തൻ എന്നൊക്കെ പണ്ടേ എന്റെ ബന്ധുക്കൾ വിളിക്കാറുണ്ട്. അത് നമ്മളെ അതൊരു സത്യം മാത്രം. കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഒരു പ്ലാനിങ് ഉള്ള നിനക്ക് ഈ കരഞ്ഞ് വീഡിയോ പ്ലാൻ ചെയ്യണ്ട. ഞാൻ അത് വൈറലാകാൻ വേണ്ടി ചെയ്തതല്ല. ആ സന്തോഷ് വർക്കി എന്നെ പറ്റി രണ്ടിത്തരം പറഞ്ഞു. അറുത്തിയിട്ടവൻ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല, അതിനു മുമ്പേ പൂച്ച പുറത്തായി. ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. എന്നെ പറ്റി രണ്ടിത്തരം പറഞ്ഞ എന്തിനാണ്? ഞാൻ അത് പറഞ്ഞു, ഇത് പറഞ്ഞു. എന്ത് തന്നെ പുള്ളി പറഞ്ഞേ? ഓറൽ സെക്സാ എന്താ സംഭവം ഞാൻ ചെയ്യുന്നു പുള്ളി കണ്ടത്. വൃത്തികേട്. കേസ് കൊടുക്കണം പിള്ളച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? നീ പറഞ്ഞാണോ? ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്താ? വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ, പുള്ളി റെക്കോർഡിംഗ് കാണിക്കട്ടെ. അല്ല, നീ എന്തായാലും പുള്ളി ഡയറക്ടർ ഒന്നും പറയാ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സാർ. ഞാനിത് കണ്ടുപിടിച്ച എന്റെ അസൂയാണ് സാർ. ഗോപാലകൃഷ്ണ, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും.